നല്ലൊരു ചട്നിയുടെ റെസിപ്പിയാണെന്ന് ഇവിടെ കാണിക്കുന്നത്. പൊട്ടുകടല, തേങ്ങ, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് അരച്ചിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയാണെന്ന് ഇവിടെ കാണിക്കുന്നത്. ദോശയിലേക്കും ഇഡ്ഡലിയിലേക്കൊക്കെ മാച്ചായിട്ടുള്ള നല്ലൊരു ചട്നി തന്നെയാണ്. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാലത്തെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഞാനിവിടെ ഫ്രഷ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഫ്രോസൺ ആണ് എടുക്കുന്നെങ്കിൽ നല്ല പോലെ തണുപ്പ് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. തണുപ്പ് എടുക്കാനെ കൂടി അരച്ച് കഴിഞ്ഞാൽ അത് ചട്നിയിൽ തരിതരിപ്പായിട്ട് കിടക്കും. ഇനി പൊട്ടുകടല ഇട്ട് കൊടുക്കാം. ഇത് കടലപ്പരിപ്പല്ല, പൊട്ടുകടലയാണ്. ഇത് വറുത്ത ടൈപ്പും കിട്ടും, വറുക്കാത്ത ടൈപ്പും കിട്ടും. ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനൊന്ന് അരച്ചെടുക്കാം. ഇത് തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളമാണ്. ഞാൻ രാത്രിയിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഇതേപോലെ ഒരു കപ്പിൽ ഒഴിച്ച് വയ്ക്കും. അപ്പോൾ കാലത്ത് തണുത്ത വെള്ളമായിട്ട് കിട്ടും അരയ്ക്കാനായിട്ട്. ചൂടോടുക്കനെ കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കരുത്. നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുന്നൊന്നുമില്ല. ഇതിലോട്ട് ഈ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കാലത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ വെള്ളം തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആറിക്കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് രാത്രിയിൽ തന്നെ തിളപ്പിച്ച് വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ കാലത്തെടുത്തിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങോട്ട് ലൂസാക്കിയിട്ട് എടുക്കരുത്. കുറച്ചൊരു കട്ടിയോട് കൂടിയിട്ട് വേണം ഈ ചട്നി എടുക്കാനായിട്ട്. നല്ല ടേസ്റ്റാണിത്. ഇഡ്ഡലിയിലേക്കൊക്കെ നല്ല മാച്ചാണിത്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് ഞാൻ എടുക്കുന്നത്. ഒത്തിരി അങ്ങോട്ട് ലൂസും അല്ല, ഒത്തിരി അങ്ങോട്ട് കട്ടിയല്ലാത്ത പരുവത്തിന് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാൻ വറവിട്ട് കൊടുക്കുന്നത്. കടുകിട്ട് പൊട്ടിക്കാം. ഉണക്കമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റുള്ളൊരു ചട്നിയാണിത്. ഇത് പൊട്ടുകടല ഇതിൽ എന്തായാലും ചേർക്കണമെങ്കിൽ ഒരു ടേസ്റ്റ് വരുള്ളൂ. വെറും തേങ്ങ അരച്ച് ഉണ്ടാക്കുന്ന ചട്നി വേറെ ഉണ്ട്, പക്ഷെ പൊട്ടുകടല ചേർത്തുള്ള ചട്നീൻ്റെ ടേസ്റ്റ് വേറെ ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഡ്ഡലിക്കൊക്കെ നല്ല മാച്ചാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണിത്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതങ്ങനെ ചൂടാക്കണം എന്നൊന്നുമില്ല. ചൂടാക്കാതെ തന്നെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതൊരു സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഒത്തിരി അങ്ങോട്ട് പിരിഞ്ഞ പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെളിയിൽ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് വറവിട്ട് കൊടുക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.